അപ്പോൾ നമ്മൾ പറഞ്ഞ വിൻഡോന്റെ കാര്യം. വിൻഡോ ഒരൊറ്റ അഴി പോലും ഇല്ലാത്ത വിൻഡോ ആണ്. വളരെ ചെറിയ ലോക്കിംഗ് സിസ്റ്റം ഒക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ അത്തരത്തിലുള്ള സെക്യൂരിറ്റി ത്രെട്ട് ഇല്ല എന്നുള്ളതുകൊണ്ടാണ് ഈ വീട് ഫോർട്ടിഫൈ ചെയ്യാത്തത്. അപ്പോൾ ഇവിടെ അങ്ങനെ ഫോർട്ടിഫൈ ചെയ്തിട്ടില്ല, അപ്പുറത്ത് ബൗണ്ടറി വാൾ ഉണ്ടാക്കിയിട്ട് ഫോർട്ടിഫൈ ചെയ്തിട്ടില്ല. ബിക്കോസ് ദിസ് കൺട്രി ഈസ് കൺസിഡേർഡ് സേഫ് ആൻഡ് സെക്യൂർ. അതിന് എല്ലാ ആളുകളും ഒരുമിച്ച് പ്രയത്നിക്കുന്നുണ്ട്. അപ്പോഴാണ് ഇത് എന്താണ് ബ്യൂട്ടിഫുൾ ആവുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കാണാം കുറച്ച് പ്ലാന്റ്സ് ഒക്കെ കൊണ്ടു വെച്ചിട്ടുണ്ട്. ഈ പ്ലാന്റ്സ് പലതും ഉണങ്ങിപ്പോയതുപോലെയൊക്കെ തോന്നുന്നുണ്ട്. കാരണം ഇപ്പോൾ വിന്റർ സ്റ്റാർട്ട് ചെയ്യണം. ഫാള് കഴിഞ്ഞാൽ ഉടനെ വിന്റർ സ്റ്റാർട്ട് ചെയ്യണം. വിന്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതിപ്പോൾ മുല്ലയാണ്, ഇതൊക്കെ പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവനൊക്കെ ചത്തുപോകും. അപ്പോൾ അത് ചത്തുപോകാണ്ടിരിക്കാൻ വേണ്ടി ഇവരെന്ത് വെച്ചാൽ ഇതിനൊക്കെ പ്രൊട്ടക്ട് ചെയ്ത് വീട്ടിനുള്ളിൽ കൊടുന്ന് വെക്കും. അപ്പോൾ മിക്കവാറും ഇവിടെയുള്ള ഈ ഹാഷ് വെതറിൽ നമുക്ക് ഇഷ്ടപ്പെട്ട പല ചെടികളും വളരില്ല. അപ്പോൾ അവനൊക്കെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവനൊക്കെ പ്രൊട്ടക്ട് ചെയ്തപ്പോൾ നമ്മുടെ പോളുടെ വീട്ടിലാണെങ്കിൽ വലിയ കറിവേപ്പിലുണ്ട്, 18 വർഷമായിട്ടുള്ള കറിവേപ്പില. അത് ഓരോ സീസണിലും കൊണ്ടുപോയി പുറത്ത് വെക്കും, ഓരോ സീസണിലും അകത്ത് വെക്കും. അകത്ത് വെച്ചാൽ മാത്രം പോരാ, അതിന് ഇനഫ് സൺലൈറ്റ് കിട്ടണം. അപ്പോൾ സൺലൈറ്റ് ഇല്ലെങ്കിൽ അവർ ആർട്ടിഫിഷ്യൽ ലൈറ്റ് കൊടുക്കും. അപ്പോൾ നമ്മൾ വന്നു, ഇത് സിറ്റിംഗ് ഹാളാണ്. അവിടെ നേരെ വരുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു കോണിയുണ്ട്. ഇത് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള കോണിയാണ്. ഈ കോണിയുടെ ഇതൊക്കെ നോക്കാം, ഇതൊക്കെ മരത്തിൻ്റെയാണ്. ഇത് മരമാണ്, ഷീറ്റ് അടിച്ചിട്ട് അത് പെയിന്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കംപ്ലീറ്റ്ലി വുഡ് ആയിരിക്കും ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ടാവുക. പിന്നെ വുഡ് ഇസ് കൺസിഡേർഡ് വെരി ചീപ്പ്. ഇവിടെ ഇഷ്ടം പോലെ വുഡ് കിട്ടും. ഇഷ്ടം പോലെ അത് ഒരുപാട് ചീപ്പല്ല, പക്ഷെ കൺസിഡറബിളി ചീപ്പർ ദാൻ അതർ മെറ്റീരിയൽ. ഇനി മേലേക്ക് കയറുന്ന ഈ നമ്മുടെ സ്റ്റെയർ കേസ് ഫുള്ളി കാർപ്പറ്റഡ് ആണ്. കാരണം സബ് സീറോ ടെമ്പറേച്ചേഴ്സിൽ ലീവ് ചെയ്യാണ് ഈ തരത്തിലുള്ള കാർപ്പറ്റഡ് ഹോം വേണം. നമ്മൾ ഇത്ര കാർപ്പറ്റഡ് ഹോം ആയിട്ട് പോലും ഞാൻ ഉപയോഗിക്കുന്നത് തണുപ്പ് പ്രതിരോധിക്കുന്ന ഈ ടൈപ്പ് ഓഫ് ചപ്പലാണ്. ഇത് വേണ്ടി വരും, അല്ലെങ്കിൽ കാലിലൂടെ തണുപ്പ് കയറും. സോക്സ് ഇട്ടതിന് ശേഷമാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ അധികം ടെമ്പറേച്ചർ ലോ ആയിട്ടില്ല. ഞാൻ ഇവിടുത്തെ ഇന്നത്തെ ടെമ്പറേച്ചർ, ഞാൻ ഔട്ട്സൈഡ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 7 ഡിഗ്രിയാണ്. പക്ഷെ നമ്മൾ ദുബായിൽ നിന്ന് വന്നുകൊണ്ട് നമുക്ക് 7 ഡിഗ്രീനെ ഭയങ്കര എന്താണ് ലോ ആയിട്ടാണ് തോന്നുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ അത്യാവശ്യം നോർമലാണ്. ആ നോർമൽ ടെമ്പറേച്ചറിൽ നമ്മൾ ഈ കൈൻഡ് ഓഫ് സാധനം എടുത്തിട്ടാണ് നടക്കുന്നത്. ഈ ഫ്ലോർ ടൈലല്ല, ഇത് ഇന്റർലോക്കിംഗ് ടൈപ്പ് ഒരു വുഡൻ, അതിന്റെ പേര് ഞാൻ മറന്നുപോയി. ഇത് കോമ്പോസിറ്റ് വൈനൽ കോമ്പോസിറ്റ് വിനൈൽ ഫ്ലോർ എന്നാണ് ഇതിന്റെ പേര്. അത് ആക്ച്വലി വുഡൻ മെറ്റീരിയൽ തന്നെയാണ്, പക്ഷെ അതിന്റെ ടോപ്പിൽ ഒരു വിനൈൽ കോട്ടിംഗ് ഉണ്ടായിരിക്കും. എന്നിട്ട് അതിന്റെ ഈ പോർഷൻ ഇറ്റ്സ് ആൾമോസ്റ്റ് 8 ഇഞ്ച് വിഡ്ത്തുള്ള 8 ഇഞ്ചും 6 ഇഞ്ചും വിഡ്ത്തുള്ള പീസുകളാണ്. ഇതൊക്കെ ഇവിടെ ജോയിന്റ് ആണ്. അതിങ്ങനെ ജോയിൻ ചെയ്ത് പോവുക ചെയ്യാം. അങ്ങനെയാണ് ഇവിടെ ഫുള്ള് ചെയ്തിട്ടുള്ളത്. മൊത്തം ഫ്ലോർ ആയിരിക്കും, എന്നാലാണ് ടെമ്പറേച്ചർ നമ്മുടെ കാലിലേക്ക് അടിക്കാതിരിക്കുള്ളൂ. പിന്നെ ഏത് വീട്ടിലും ഇതുപോലൊരു ക്ലോസറ്റ് ഉണ്ടായിരിക്കും. ക്ലോസറ്റ് എന്ന് പറഞ്ഞാൽ വാട്ടർ ക്ലോസറ്റ് അല്ല കേട്ടോ, ഒരു കബോർഡ്. ഈ കബോർഡിനകത്ത് നിറച്ച് വിന്റർ വെയർ ആയിരിക്കും. ഉണ്ടാവും, ഒരുപാട് വിന്റർ വെയർ ഉണ്ടാവും. അത് പല ടെമ്പറേച്ചറിൽ ഇടാനുള്ളതാണ് ഓരോന്നും. അതായത് 0 ഡിഗ്രി പുറത്ത് സ്നോ പെയ്തു തുടങ്ങുമ്പോഴുന്നത് ഒന്ന്, സ്നോ കുത്താൻ പോകുമ്പോഴുന്നത് ഒന്ന്, ഇനി -15 ആകുമ്പോഴുന്നത് വേറൊന്ന്, അതിനേക്കാൾ താഴെ പോകുമ്പോൾ -20 ഇടുന്നത്. പിന്നെ ഈ കളറിൽ ഒരു വ്യത്യാസമുണ്ട്. ഈ കളർ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത് ടെമ്പറേച്ചറിനനുസരിച്ച് ഗ്രേഡിയന്റ് ചെയ്തിട്ടുള്ള ജാക്കറ്റ്സ് ഉണ്ട്. ജാക്കറ്റ്സിന്റെ വില നമ്മൾ ഇപ്പോൾ നമുക്ക് ഒരു $50 മുതൽ, അതായത് ഒരു 150 ദിർഹം എന്ന് വെച്ചാൽ ഒരു 3000 രൂപ മുതൽ മേലേക്ക് പോയിട്ട് ഒരു 1200 1500 വരെയുള്ള ജാക്കറ്റുകൾ അവൈലബിൾ ആണ്. അത് ഓരോരുത്തരുടെ കഴിവിനും അവരുടെ ആവശ്യത്തിനൊക്കെ അനുസരിച്ച് മേടിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു എന്താ പറയുക, ഈ വിന്റർ വിയറിൽ വിന്റർ കോട്ട്സ് കീപ്പ് ചെയ്യാനുള്ള ഒരു ക്ലോസറ്റ് ഉണ്ടായിരിക്കും. പിന്നെ അതിന്റെ മേലെ ഈ ഗ്ലൗസ്, അതുപോലെ എല്ലാവർക്കും ഗ്ലൗസ് വേണ്ടി വരും, ഇതുപോലെയുള്ള ക്യാപ്പ് വേണ്ടി വരും. ഞാനിപ്പോൾ ക്യാപ്പ് ഇട്ട് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചൂടുള്ള സ്ഥലത്ത് നിന്ന് വന്ന ആളായതുകൊണ്ടാണ് എനിക്ക് ഈ തണുപ്പൊന്നും പറ്റില്ല. പക്ഷെ ഇവരൊക്കെ ക്യാപ്പ് ഇടുന്നതെന്ന് വെച്ചാൽ സബ് സീറോ ടെമ്പറേച്ചേഴ്സിലായിരിക്കും. അപ്പോൾ ആ ക്യാപ്പ്, ഗ്ലൗസ് കാര്യങ്ങൾ അവിടെ ഉണ്ടാവും. പിന്നെ ഹാറ്റ് ഉണ്ടായിരിക്കും, പിന്നെ ഷൂ ഉണ്ടായിരിക്കും. ഷൂവും ഇതുപോലെ തന്നെയാണ്, ടെമ്പറേച്ചർ ഗ്രേഡിയന്റ് ഉള്ളതാണ്. നമ്മളിടുന്ന ഏതെങ്കിലും ഷൂ ഇട്ടിട്ടൊന്നും നമുക്ക് തണുപ്പിലേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഇത് ഒരു ദിവസത്തെ 2 ദിവസത്തെ പ്രശ്നമല്ലേ, ഇവിടെ ജീവിക്കണമല്ലോ. അപ്പോൾ ജീവിക്കാൻ കുറേ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്ലോസറ്റ് അവിടെ ഉണ്ടായിരിക്കും.
അത് കഴിഞ്ഞ് അതിനടുത്ത് തന്നെ ഇവിടെ നമുക്ക് വി ക്യാൻ സി ഒരു ടോയ്ലറ്റ് ഉണ്ട്. ടോയ്ലറ്റിൽ വി ക്യാൻ സി അവിടെ കാർപ്പറ്റ് ഉണ്ടായിരിക്കും. ടോയ്ലറ്റിൽ കാർപ്പറ്റ് ഉണ്ടായിരിക്കും. അതായത് വെറ്റ് ഫ്ലോർ അല്ല. വെറ്റ് ഫ്ലോർ സിസ്റ്റം ഇവിടെ പറ്റില്ല. കാരണം വെറ്റ് ആയി കഴിഞ്ഞാൽ അത് ഐസ് പിടിക്കാം. ഐസ് പിടിച്ചാൽ ചിലപ്പോൾ തെന്നി വീഴാം. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും വെറ്റ് ഫ്ലോർ ഉണ്ടാവില്ല. ടോയ്ലറ്റ് WC ഉണ്ടാവും. WCക്ക് വാഷിംഗ് മറ്റേ ഷട്ട് ഓഫ് പൈപ്പ് ഉണ്ടാവില്ല, വാഷ് പൈപ്പ് ഉണ്ടാവില്ല. കാരണം വെച്ചാൽ വാഷ് പൈപ്പ് ഉണ്ടെങ്കിൽ അതിനകത്ത് വരുന്ന ടെമ്പറേച്ചർ വെള്ളം പലപ്പോഴും ഇവിടെ പ്രോബ്ലം ഉണ്ടാവും. ആ പ്രോബ്ലങ്ങളെ കുറിച്ച് എനിക്ക് വലിയ ധാരണയില്ല, അത് അവർക്ക് അറിയുള്ളൂ. എന്തായാലും ടിഷ്യൂ ആണ് ഉപയോഗിക്കുക. ടിഷ്യൂ ഉപയോഗിച്ച് വൈപ്പ് ചെയ്യുകയും അതിന് ശേഷം നമ്മൾ വെറ്റ് ടിഷ്യൂ ഉപയോഗിച്ചിട്ട് ഒന്നുകൂടെ ക്ലീൻ ചെയ്ത് എടുക്കുകയാണ് നമ്മുടെ പരിപാടികളൊക്കെ ചെയ്യുക. അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നില്ല. ഓക്കെ, പിന്നെ അത് ഭാഗ്യം. അതെന്ന് വെച്ചാൽ യൂട്യൂബ് ചിലപ്പോൾ എന്ത് ചെയ്യും, കട്ട് ചെയ്ത് കളയും. യൂട്യൂബിന് ഇഷ്ടമല്ല. പിന്നെ ഇവിടെ ഒരു പ്രത്യേകത, മിക്കവാറും എല്ലാ ടാപ്പുകളും ഇങ്ങനെ തന്നെയാണ് ഞാൻ കണ്ടത് എല്ലായിടത്തും. നമ്മൾ ഹോട്ടും കോൾഡും വാട്ടർ ഉണ്ട് ഇത്. പക്ഷെ അതല്ലാത്തൊരു തമാശയുണ്ട്. ഇവിടെ ഈ വാട്ടർ ഔട്ട്ലെറ്റിന്റെ അടുത്തായിട്ട് ഇങ്ങോട്ട് നിൽക്കും. ഈ വാട്ടർ ഔട്ട്ലെറ്റിന്റെ അടുത്തായിട്ട് ഇവിടെ ഒരു സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഡബിൾ സോക്കറ്റ് ആണ്. ഈ സാധനം ആക്ച്വലി ഒരു സ്പെസിഫിക്കേഷൻ പ്രകാരം അപ്രൂവ്ഡ് അല്ല. ഞാൻ പ്രത്യേകം പറയാൻ കാരണം UAE നമ്മൾ ഫോളോ ചെയ്യുന്ന മിക്കവാറും സ്റ്റാൻഡേർഡ്സ് ഒക്കെ ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ്സും അമേരിക്കൻ സ്റ്റാൻഡേർഡ്സും ആണ്. അത് പ്രകാരം നമ്മൾ അവിടെ റെഗുലേഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ റെഗുലേഷൻ പ്രകാരം ഇവിടെ വാട്ടർ സോഴ്സിനടുത്ത് ഇങ്ങനെ ഒരു ഇലക്ട്രിക് സോഴ്സ് കൊടുക്കാൻ പാടില്ല. അതാണ് നിയമപ്രകാരം. പക്ഷെ ഇവിടെ എന്തുകൊണ്ട് കൊടുക്കണമെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ആൾമോസ്റ്റ് ഇൻസുലേറ്റഡ് ആണ്. നമുക്കൊരു എർത്തിങ്, ഒരു ഷോക്ക് വരില്ല. കാരണം ഫ്ലോർ ടൈലല്ല, ഫ്ലോർ വുഡനാണ്. നമ്മൾ വിന്റർ വിയേഴ്സ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിയേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഹസാർഡ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ അലോ ചെയ്തിട്ടുണ്ടാവുക സിറ്റി റെഗുലേഷൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിവേ ദിസ് ഇസ് നോട്ട് അലൗഡ് ഇൻ അവർ കൺട്രീസ്. അതുപോലെ ബാത്റൂമിനകത്ത് സ്വിച്ച് അലൗഡ് അല്ല. സ്വിച്ച് ഹാസ് ടു ബി ഔട്ട്സൈഡ്. ഇവിടെ സ്വിച്ച് ഇൻസൈഡ് ആണ്. അപ്പൊ ഇത് രണ്ട് വ്യത്യാസങ്ങൾ നമ്മൾ ഇവിടെ കണ്ട സംഗതിയാണ്. ഒന്ന് സ്വിച്ച് ഇലക്ട്രിക്കൽ സോഴ്സ്, രണ്ട് പിന്നെ ഇവിടെ ഒരു ഓഫ് കോഴ്സ് ഇവിടെ ഒരു എക്സോസ്റ്റ് ഉണ്ട്. ചില ടോയ്ലറ്റിനകത്ത് ഒരു ഹീറ്റഡ് എയർ എൻട്രി പോയിന്റ് ഉണ്ടായിരിക്കും. അത് പക്ഷെ ഇതിനകത്ത് അത് ഫ്ലോറിലാണ് അല്ലേ. ആ ഫ്ലോറിനകത്ത് ഒരു ഹീറ്റ് എയർ ഇവിടെ ഉണ്ട്. സാധാരണ നമ്മൾ ടോയ്ലറ്റിനകത്ത് കാണുക എന്താ വെച്ചാൽ പിന്നെ ഒരു ഫ്ലോർ ട്രാപ്പാണ് ഇവിടുത്തെ വെള്ളം പോകാനും. ഇവിടെ യു കനോട്ട് സീ എ ഫ്ലോർ ട്രാപ്പ്. ഇവിടെ ഈ ഡക്റ്റിലൂടെ ഹോട്ട് എയർ ആണ് സപ്ലൈ ചെയ്യുന്നത്. അതിന്റെ മേലേക്ക് കാർപ്പറ്റ് നീങ്ങി കിടക്കുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ കോൾഡ് എയർ. സമ്മറിലാണെങ്കിൽ കോൾഡ് എയർ സപ്ലൈ ചെയ്യും, പിന്നെ വിന്ററിലാണെങ്കിൽ ഹോട്ട് എയർ സപ്ലൈ ചെയ്യും. അപ്പോൾ പ്രത്യേകിച്ച് നോട്ട് ചെയ്യേണ്ട പോയിന്റ് ആണിത്. ഒരു ഡ്രൈ ബാത്റൂം കൺസെപ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നാട്ടിൽ ഒരുപാട് ആൾക്കാർ ഡയലോഗ് അടിക്കും. എന്തുകൊണ്ടാണ് ഡ്രൈ ബാത്റൂം എന്നുള്ളതിന്റെ റീസൺ ആണ് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ ഇവിടെ ഒരു നെസ്റ്റ് എന്ന് പറഞ്ഞൊരു യൂണിറ്റ് ഉണ്ട്. ഈ യൂണിറ്റ് ഹോം ഓട്ടോമേഷൻ സിസ്റ്റത്തിന്റെ ഭാഗമാണ്. അതിനകത്തൊരു റിമൈൻഡ് ലേറ്റർ ഫിൽറ്റർ മാറ്റണം ആണ്. ഇപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ ആണത്. ഇവിടെ ടെമ്പറേച്ചർ നമുക്ക് സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇങ്ങോട്ട് തിരിച്ചാൽ കൂളിങ്, അങ്ങോട്ട് തിരിച്ചാൽ ഹീറ്റിംഗ് ആണ്. അപ്പോൾ അത് സെറ്റ് ചെയ്ത് വെച്ചാൽ അതിനനുസരിച്ച് താഴത്തെ സിസ്റ്റംസ് വർക്ക് ചെയ്യും. താഴത്തെ സിസ്റ്റം എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ താഴത്തെ ഒരുപാട് സിസ്റ്റം കാണിച്ചത്. ഓക്കെ, നമ്മൾ കിച്ചണിലേക്ക് വരികയാണ്. കിച്ചൺ സെപ്പറേറ്റഡ് എപ്പിസോഡാണ്. അതുകൊണ്ട് ഇവിടെ നമുക്ക് ബൈ ചെയ്യാം.